1899 ഒക്ടോബർ 22-ന് ബാഴ്സലോണ നഗരത്തിലെ ഒരു ദിനപത്രത്തിൽ ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു. പരസ്യം ഇങ്ങനെയായിരുന്നു: ഒരു ഫുട്ബോൾ ക്ലബ് രൂപീകരിക്കാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക. സ്വിറ്റ്സർലൻഡ് വംശജനായ ഹാൻസ് ഗാംബർ ആയിരുന്നു ആ പരസ്യം നൽകിയത്. അങ്ങനെ 1899 നവംബർ 29-ന് നഗരത്തിലെ ഒരു ജിംനേഷ്യത്തിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് ഔദ്യോഗികമായി സ്ഥാപിതമായി. ക്ലബിന്റെ പേര് FC ബാഴ്സലോണ. അന്ന് ജിംനേഷ്യത്തിൽ ചേർന്ന ആ യോഗത്തിൽ ഹാൻസ് ഗാംബറും അദ്ദേഹത്തിന്റെ അനുയായിയായ വാൾട്ടർ വൈൽഡും ഉൾപ്പെടെ 12 പേർ പങ്കെടുത്തു. ക്ലബിന് നീല കലർന്ന ചുവപ്പ് നിറത്തിലുള്ള ഒരു ക്ലാരറ്റ് ഷെയ്ഡ് നിറവും തിരഞ്ഞെടുത്തു. കാറ്റലൻ ക്ലബിന്റെ ആദ്യ കളിക്കാരായ ആർത്തറും ഏണസ്റ്റ് വിറ്റി സഹോദരങ്ങളും ലിവർപൂളിനടുത്തുള്ള ഒരു തീരദേശ പട്ടണമായ ക്രോസ്ബിയിലെ മർച്ചന്റ് ടൈലേഴ്സ് സ്കൂളിൽ പഠിച്ചവരാണ്. സ്കൂളിലെ റഗ്ബി ടീമും അതേ ക്ലാരറ്റ് ബ്ലൂ നിറങ്ങൾ ധരിച്ചായിരുന്നു കളിച്ചത്. ബാഴ്സലോണ അവരുടെ ആദ്യ ജേഴ്സി കിറ്റിനെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചപ്പോൾ വിറ്റി സഹോദരന്മാർ ഈ നിറം നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ FC ബാഴ്സലോണ എന്ന ക്ലബ്ബ് പിറന്നു. സ്വിറ്റ്സർലൻഡുകാരനായ ഹാൻസ് ഗാംബർ സ്ഥാപിച്ചതാണെങ്കിലും ആദ്യകാലങ്ങളിൽ ക്ലബ്ബിൽ ഇംഗ്ലീഷ് സ്വാധീനം വളരെ വലുതായിരുന്നു. ക്ലബിനെ ഏറ്റവും കൂടുതൽ കാലം പരിശീലിപ്പിച്ച ജാക്ക് ഗ്രീഗ്വെൽ ഉൾപ്പെടെ ആദ്യകാല മാനേജർമാരിൽ പലരും ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരായിരുന്നു. 1957 ക്ലബിന് സ്വന്തമായ ഒരു സ്റ്റേഡിയവും പിറന്നു. 1979 ബാഴ്സലോണ എന്ന ക്ലബ്ബ് അവരുടെ ചരിത്രപരമായ ഒരു നീക്കത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഹോം ഗ്രൗണ്ടായ ക്യാമ്പ് നൗവിന് സമീപത്തുള്ള ഫാം ഹൗസിനോട് സാദൃശ്യമുള്ള ഒരു കെട്ടിടത്തിൽ ബാഴ്സലോണ അവരുടെ അക്കാദമി ആരംഭിച്ചു. പേര് ലാ മാസിയ. എന്നാൽ അന്നാരും കരുതിയിരുന്നില്ല പിൽക്കാലത്ത് ബാഴ്സലോണയ്ക്കും ഒപ്പം ഫുട്ബോൾ ലോകത്തിനുമുള്ള പ്രതീകമായി ലാ മസിയ മാറുമെന്നുള്ളത്. ഇന്ന് ഹൈ ടാലന്റഡായ നിരവധി താരങ്ങളെ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിക്കുന്ന ഒരു ഇൻഹൗസ് ടാലന്റ് പ്രൊഡക്ഷന്റെ പര്യായമാണ് ലാ മസിയ. എക്കാലവും ബാഴ്സയുടെ സുവർണ നിമിഷങ്ങൾ എല്ലാം തന്നെ ലാ മസിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ കഴിയില്ല. അത്രത്തോളം ലെജൻഡറി താരങ്ങളെയാണ് അവർ തങ്ങളുടെ അക്കാദമിയിൽ നിന്നും പടച്ചുവിട്ടിട്ടുള്ളത്. ഒരു കാലത്ത് അക്കാദമി പ്രൊഡക്റ്റുകളെ മാത്രം വെച്ച് ടീമിറക്കിയ ചരിത്രം വരെ കാറ്റലോണിയൻ ക്ലബിന് പറയാനുണ്ട്. 2010 ബാലൻഡിയോർ പട്ടികയിൽ 1, 2, 3 സ്ഥാനത്തുണ്ടായിരുന്നത് ലാ മാസിയ പ്രൊഡക്റ്റുകളായിരുന്നു. ലയണൽ മെസ്സി, ആന്ദ്രേസ് ഇനിയസ്റ്റ, സാവി ഹെർണാണ്ടസ്. ഗാവിയും കുർബാസിയും ലമീൻ യമാലും അടങ്ങുന്ന പുതുതലമുറയും ലാ മാസിയയുടെ പേര് ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ബാഴ്സലോണയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത പേരാണ് സാക്ഷാൽ യുഹാൻ ക്രൈഫിന്റെ. ബാഴ്സയെ ഇന്ന് കാണുന്ന ബാഴ്സലോണയാക്കി മാറ്റുന്നതിൽ യുഹാൻ ക്രൈഫ് വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. 1991 ക്രൈഫിന്റെ കീഴിൽ ആദ്യ ലീഗ് കിരീടം നേടിയ ബാഴ്സ ആകെ 17 കിരീടങ്ങളാണ് നേടിയത്. എന്നാൽ 96 ക്രൈഫ് പടിയിറങ്ങിയതിനു ശേഷം ബാഴ്സലോണ ഒന്ന് അടിപതറി. തുടർന്നാണ് ബാഴ്സയുടെ മുൻ താരമായിരുന്ന ഫ്രാങ്ക് റൈക്കാർഡ് ക്ലബിന്റെ പരിശീലക ചുമതല ഏറ്റെടുക്കുന്നത്. അത് ക്ലബിന്റെ മറ്റൊരു അധ്യായമായിരുന്നു. അങ്ങനെ 2003 ബാഴ്സ അവരുടെ എക്കാലത്തെയും മികച്ച സൈനിങ് നടത്തി. സൗന്ദര്യത്തിന്റെ പേരിൽ റയൽ മാഡ്രിഡ് ഒഴിവാക്കിയ ബ്രസീലിയൻ സൂപ്പർസ്റ്റാർ റൊണാൾഡീഞ്ഞോ. റൊണാൾഡീഞ്ഞോയുടെ സൈനിങ് ബാഴ്സലോണയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. ഇതിനിടയിൽ റൈക്കാർഡ് മറ്റൊരു ചരിത്ര തീരുമാനം കൂടി എടുത്തിരുന്നു. അക്കാദമി പ്രൊഡക്റ്റായ ഒരു 5 അടി 7 ഇഞ്ചുകാരനായ 17-കാരൻ പയ്യനെ സീനിയർ ടീമിലേക്കെടുത്തു. അതൊരു യുഗത്തിന്റെ ആരംഭമായിരുന്നു. അവനായിരുന്നു പിൽക്കാലത്ത് കാറ്റലോണിയക്കാരുടെ ജീവനും ശ്വാസവുമായി മാറിയ സാക്ഷാൽ ലയണൽ മെസ്സി. 2008 മുതലാണ് ബാഴ്സ ശരിക്കും ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് കുതിച്ചു കയറാനായി ടോപ്പ് ഗിയർ ഇട്ടത്. ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നത് ബി ടീം പരിശീലകനായിരുന്ന പെപ്പ് ഗാർഡിയോള. റൈക്കാർഡിന്റെ ഡ്രീം ടീമിലുണ്ടായിരുന്ന റൊണാൾഡീഞ്ഞോയും ഡെക്കോയെയും ഒഴിവാക്കി പെപ്പ് അക്കാദമി പ്രൊഡക്റ്റുകളിലേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെ ഇനിയസ്റ്റ, സാവി, ബുസ്കറ്റ്സ്, മെസ്സി തുടങ്ങിയ താരങ്ങൾ പെപ്പിന്റെ ടീമിലെ പ്രധാന താരങ്ങളായി മാറി. തുടർന്നങ്ങോട്ട് ബാഴ്സലോണ ഫുട്ബോളിൽ ചരിത്രമെഴുതി കുറിക്കുകയായിരുന്നു. 2009 മുതൽ പെപ്പിന്റെ കീഴിൽ 3 ലീഗ് കിരീടങ്ങൾ, 2 ചാമ്പ്യൻസ് ലീഗുകൾ, 1 ട്രബിൾ, 6 ട്രോഫികൾ എന്നിവ ഉൾപ്പെടെ ക്ലബിന്റെ ചരിത്രത്തിൽ അഭൂതപൂർവമായ വിജയത്തിന്റെ കാലഘട്ടമായിരുന്നു പെപ്പിന്റെ കീഴിൽ പിറന്നത്. ഗാർഡിയോളയുടെ നേട്ടങ്ങൾക്കൊപ്പം പറയേണ്ട പേരാണ് ലയണൽ മെസ്സിയുടെയും. 13 വയസ്സുള്ളപ്പോൾ ലാ മാസിയയിലെത്തിയ അർജന്റീനക്കാരൻ പയ്യൻ ഒടുവിൽ ക്ലബ്ബ് വിടുന്ന സമയമെത്തിയപ്പോൾ ക്ലബിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന കാഴ്ച വരെ ആരാധകർ കണ്ടു. മെസ്സിയും ബാഴ്സലോണയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ബാഴ്സലോണയ്ക്കായി മെസ്സി നേടിയ നേട്ടവും വാക്കുകൾക്ക് അതീതമാണ്. ഈ നവംബർ 29 FC ബാഴ്സലോണ അവരുടെ 125-ാം വർഷത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുന്നു. ഏറ്റക്കുറച്ചിലുകൾക്കൊടുവിൽ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ സ്പെയിനിലും ഒപ്പം യൂറോപ്പിലും കുതിച്ചോടുകയാണ് ഇന്നവർ. കഴിഞ്ഞുപോയ കാലത്തിലെ എല്ലാ കണക്കുകളും തീർക്കാനായി.